അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മീൻ. കണ്ടോ, നമ്മളിത് ക്ലീൻ ചെയ്യുകയാണേ. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് ഇതങ്ങ് ഇത് കുമ്മായം പോയി കിട്ടും. അല്ലാതെ നമ്മൾ പിച്ചാത്തിയിട്ട് പിടിച്ചാലൊന്നും ഇത് വരത്തില്ല. പണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ കല്ലിലെടുത്ത് വെച്ച് തേക്കുമായിരുന്നു ചില മീനൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ പരലുപ്പിട്ടിട്ട് നന്നായിട്ട് തേക്കണം. പക്ഷെ ഇപ്പോൾ പിന്നെ ഈ ഒരു സാധനം അവൈലബിൾ ആയതുകൊണ്ട് ഇതിട്ട് ഇങ്ങനെ തേച്ചെടുക്കാം. വേണ്ട അത്രയും ഭാഗം ക്ലീൻ ആയത് കണ്ടോ. അപ്പോൾ അതേപോലെ ഇത് നമുക്ക് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാം. എടുത്തേ ഇതാ അപ്പോൾ നമ്മൾ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതാണ്ട് ഈ എന്താണ് നമ്മുടെ ചെകിള ഗിൽസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അകത്തെ കുടൽ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മുട്ട കേട്ടോ ഇരിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം കാണിക്കുന്നത് ഇത് ഈ മീനിൻ്റെ മുട്ട കേട്ടോ. ഇത് വേണ്ട നോക്കി ഇങ്ങനെ ഒരു വെള്ള ഉള്ള പനിച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ മുട്ട ഉണ്ടോ ഇങ്ങനെ കിരീരാന്നുള്ള പനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മുട്ടയാണ് ഇഷ്ടമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേണ്ട പരലുപ്പല്ല കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ എടുത്തുകൊണ്ട് നമ്മുടെ പൊടിയിപ്പിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി കഴുകി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് കഴുകിയതാണ്. പിന്നെ മുട്ട താണ്ടതുണ്ട്, അത് മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ അത് കേടായിപ്പോവും, പെട്ടെന്ന് പൊട്ടിപ്പോവുള്ളൂ. നമുക്ക് ഇവന്മാരെ 2 പേര് നമ്മൾ കഴുകിയെടുക്കാം. എനിക്ക് ഈ മൂളിപ്പാട്ടിൻ്റെ അസ്കിലുണ്ട് കേട്ടോ. സുമാറ് പാടും, വലിയ കാര്യമൊന്നുമില്ല, ലിറിക്സൊക്കെ തെറ്റായിരിക്കും, എങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് പാടിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇനി നമുക്കിതാ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം. ഇതങ്ങനെ നമ്മുടെ മീനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിതിൻ്റെ ചെകളയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതാ ഹോളാണ് കേട്ടോ അത്. പിന്നെ അതാ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടുണ്ട്. ഇത്രേ പറ്റും, ഒരു 6 പീസ്. പിന്നെ ഈ പീസ് കുറച്ച് കുഞ്ഞിതാണ് കേട്ടോ. ഇത് കിട്ടുന്നവർക്ക് അടിപൊളിയാണ്, കുറേ നേരം കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് മുട്ട ഉണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരെണ്ണം കണ്ട ഈ ടൈപ്പാണ്, ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഇത് ചിലർ പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട്, ഇത് എന്താണ് മീൻ കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഇത് മീൻ കുഞ്ഞുങ്ങളുണ്ടാകുന്നതുമായിരിക്കും. അതാണ് 2 ടൈപ്പ്. കാരണം 2 ഒരേ മീനാണ്, 2 ടൈപ്പ് മുട്ട വരണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. നമ്മളെ നമ്മുടെ മീനിനകത്ത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി എല്ലാം കാണാൻ പറ്റും കേട്ടോ. കളർ വ്യത്യാസം ഉണ്ടാകും. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മീൻമുട്ട, പിന്നെ ദാണ്ടിൽ കണ്ടോ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതിൻ്റെ തോടോട് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഇതാ നമ്മുടെ നാരങ്ങ നീരോടി ഇടുകയാണ് കേട്ടോ. കുഞ്ഞു മീനാണെങ്കിൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് പുളിയാണ് നല്ലത്, പുളിവെള്ളം, വാളംപുളി വെള്ളമാണ് നല്ലത്. ഇതിപ്പോൾ വലിയ മീനായതുകൊണ്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തൊരു ½ an hour വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു മസാല മിക്സായിട്ട് കിട്ടും. ഇത് കറണ്ടില്ല കേട്ടോ. മസാല കറണ്ടില്ല. ഞാനാണെങ്കിൽ കുറച്ച് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് നമ്മുടെ ഒരു ഫിഷ് മോളിയുടെ ഒരു ചെറിയ രൂപമാക്കാമെന്ന് വിചാരിച്ചാണ്. കറണ്ടില്ല. ഇത് മിക്കവാറും ഇപ്പം ഞാൻ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് അത് ചേർക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല മുള്ളുണ്ട് കേട്ടോ. മുള്ള് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു മീനൊക്കെ എല്ലാം വാരി പൊതിഞ്ഞ് മസാല കഴിക്കുന്നവർക്ക് തേക്കാമെന്ന് വിചാരിക്കരുത്. വേണ്ട, ഇങ്ങനെ തിരിച്ച് പിടിക്കുമ്പോഴത്തേനും മുള്ള് കയ്യിൽ വന്ന് കൊള്ളും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തേച്ചെടുക്കണം. വേണ്ട നോക്കി. അപ്പോൾ നമ്മൾ കറണ്ട് അങ്ങ് പോയി കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുക്കളയിലിരുന്ന് ചെയ്താൽ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. കതക് തുറന്നിട്ടിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചകൾ അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അതിനകത്ത് ഒരുത്തൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ബ്ലാക്കിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ബ്ലാക്കും വൈറ്റും ഉള്ള ഒരു പൂച്ചയുണ്ട് കേട്ടോ. അവനാണ് ഏറ്റവും മൂത്തത്. അവനാണ് ഇപ്പോൾ വന്നത്. മീൻ ഒന്നാമത് ഈ മീനിന് വേസ്റ്റ് കുറവാണ്. അപ്പം ചെറിയ അതിൻ്റെ കുടലിൻ്റെ പീസും വാലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ പാട്ട് പാടുകയാണ് ഒരു വശത്ത്. അതാണ് നമ്മൾ മസാല. നമ്മുടെ മീൻമുട്ട ഇച്ചിരി പൊട്ടിപ്പോയി കേട്ടോ. ഈ വൈറ്റ് മുട്ട നന്നായിട്ട് പൊട്ടിപ്പോയി. ഞാൻ വിചാരിച്ചത് അഴുക്കാണെന്ന് പറഞ്ഞിട്ട് കളയാൻ നോക്കിയതാണ്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് വറക്കണം കേട്ടോ. ഒന്നുകിൽ എണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ ഇട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ അവസാനം വറക്കണം. ഒരുമിച്ചിട്ട് വറുത്ത് കഴിഞ്ഞാൽ മീനിനേക്കാളും വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അത് കേടായിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ വെളുത്തുള്ളിയൊക്കെ നമുക്കിത്
ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. പിന്നെ വറക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇതാണ് ഏറ്റവും ചെറിയ പീസ് കേട്ടോ. മിക്കവാറും ഇത് ഞാൻ കഴിക്കേണ്ടി വരും. അവർക്കൊക്കെ വലിയ പീസ് വേണം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി എന്താണ് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്തോട്ട് നമ്മൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കും. അതെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് മൊരിച്ചെടുക്കണ്ട. നമ്മൾ പിന്നെ ഇത് തേങ്ങാപ്പാലിൽ വേവിക്കുന്നുണ്ട്. അപ്പോൾ മൊരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മൊരിച്ച് വറുത്തതിന് അധികം ഒന്ന് മൊരിയാതെ ഒരു ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ നന്നായി വെണ്ണ പോലെ അരച്ചതോ ചേർത്ത് കുറച്ച് ഇഞ്ചി അരിഞ്ഞിടുക, പച്ചമുളക് അരിഞ്ഞിടുക, തക്കാളി അരിഞ്ഞിടുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും ഇനി ഒന്നുകൂടി ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഇനി ചേർക്കത്തില്ല. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ നമ്മുടെ ഫിഷ് നിർവാണ പോലെയോ അല്ലെങ്കിൽ ഫിഷ് മോളി പോലെയോ ഒക്കെ ചെറിയൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമ്മുടെ സാധാ മീൻ കറിയുടെ ടേസ്റ്റ് അല്ല, അതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും.